നമ്മുടെ മൊബൈലിലുള്ള കാര്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ടി വിയിൽ കാസ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ വൈഫൈ മുഖാന്തരം ഈ നമ്മുടെ ഫോണും നമ്മുടെ ടി വിയുമായിട്ട് കണക്ട് ചെയ്ത് അതെങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്ന കാര്യത്തെപ്പറ്റിയാണ് എളുപ്പത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നമ്മുടെ ടി വി ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ടി വി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മിക്ക ടി വിയിലും ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള ഓപ്ഷൻസാണ് കാണുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ടി വികളിൽ വരും അതിൻ്റെ കമ്പനി അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യാനായിട്ട് പോകുന്നത്, ഇവിടെ നമുക്ക് താഴെയായിട്ട് ആപ്സ്, മീഡിയ, നെറ്റ്വർക്ക്സ് എന്നുള്ള ഏരിയാസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ടുള്ള, അതായത് ആപ്സ് എന്നുള്ള ഏരിയയിലായിട്ടാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മുടെ റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ജസ്റ്റ് ഈ റിമോട്ടിൽ ഈ കാണുന്ന എൻ്റെ വിരലുള്ള ഈ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇവിടെ നമുക്ക് ആപ്സ് എന്നുള്ള ഏരിയയിലോട്ട് പോകാനായിട്ട് കഴിയും. അതിനുശേഷം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ടാണ് എത്താനായിട്ട് കഴിയുക. ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് താഴെയായിട്ടുള്ള ഈ കൈൻഡ് ലിങ്ക് എന്നുള്ള ഈ ഏരിയയിലാണ് കൃത്യമായിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലായിട്ടാണ് എത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ ടി വിയിൽ ചെയ്യേണ്ട പ്രോസസ്സ് എല്ലാം നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ കണക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് വൈഫൈ വഴിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് നമ്മളിന്നിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കണക്ഷൻ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സെറ്റിങ്സിൽ. അപ്പോൾ അതിലാണ് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് ഒരു സ്ക്രീൻ കാസ്റ്റ് എന്നുള്ള ഒരു ഏരിയ കാണാനായിട്ട് കഴിയും. അതിൽ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആദ്യമായിട്ട് സെർച്ച് ഫോർ ഡിസ്പ്ലേ ഡിവൈസസ് എന്നുള്ള ഒരു ഏരിയ കാണാം. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ടി വിയുടെ നെയിം, അതായത് അതിൻ്റെ ഏത് മോഡൽ നമ്പർ ഇവിടെ ജസ്റ്റ് കാണും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഡിവൈസിനെ ജസ്റ്റ് മുകളിൽ ഇത്തരത്തിൽ കാണാനായിട്ട് കഴിയും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ കണക്റ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് ജസ്റ്റ് ഇവിടെ ഈ നമ്മുടെ ടി വിയുടെ മോഡൽ നമ്പറിന് തൊട്ട് താഴെയായിട്ട് കാണാനായിട്ട് കഴിയും. ശേഷം നമുക്ക് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് നൗ എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ കൃത്യമായിട്ട് തന്നെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. നമ്മുടെ ടി വി കൃത്യമായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.